നമ്മുടെ ആരോഗ്യത്തിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. കോശങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, സന്ധികളെയും അവയവങ്ങളെയും സംരക്ഷിക്കുക, ശരീര താപനില നിലനിർത്തുക എന്നിവ ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ദഹനം മെച്ചപ്പെടുത്താനും വിഷാംശം പുറന്തള്ളാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ചർമ്മത്തിന് തിളക്കം നൽകാനും തലവേദന കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഊർജ്ജം നൽകാനും ഇത് അത്യാവശ്യമാണ്. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശരീരശുദ്ധിക്ക് വളരെ നല്ലതാണ്. കൂടാതെ തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തിനെല്ലാം ശരീരത്തിൽ വെള്ളം ആവശ്യമാണ്. ശുദ്ധമായ കുടിവെള്ളത്തിന് ദുർഗന്ധമുണ്ടാകില്ല. മലിനജലത്തിന്റേതായ ലോഹത്തിന്റെയോ ദുർഗന്ധം പലപ്പോഴും ബാക്ടീരിയ മലിനീകരണത്തിന്റെയോ പൈപ്പ് ലൈൻ ചോർച്ചയുടെയോ ലക്ഷണമായി പറയുന്നു. വെള്ളത്തിന് ദുർഗന്ധം വന്നാൽ ഒരിക്കലും കുടിക്കരുത്. കയ്പ്, ഉപ്പ് അല്ലെങ്കിൽ ലോഹത്തിന്റെ രുചി എന്നിവ ഉണ്ടാകുന്നത് അമിതമായി ലയിച്ച ധാതുക്കളെയോ സൂചിപ്പിക്കുന്നു. വെള്ളത്തിന് പെട്ടെന്ന് വ്യത്യസ്തമായ രുചി തോന്നുന്നുവെങ്കിൽ കുടിക്കാതിരിക്കുക. ഒരു വീട്ടിലെ അയൽപ്പക്കത്തെയോ വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം, പനി, വയറുവേദന എന്നിവ ഒന്നിലധികം തവണ ഉണ്ടാകുന്നത് മലിനമായ വെള്ളത്തിന്റെ ഫലമാണ്. മോശമായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മോശമായിട്ടുള്ള ബാക്ടീരിയകളും വൈറസും ശരീരത്തിലോട്ട് കയറാം. നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കേരള വാട്ടർ അതോറിറ്റിയുടെ കൺട്രോൾ ലാബിലാണ് സാമ്പിൾ വെള്ളം എത്തിക്കേണ്ടത്. അതിനായി ചെയ്യേണ്ടത് 1.5 മുതൽ 2 ലിറ്റർ വെള്ളമാണ് ലാബിൽ എത്തിക്കേണ്ടത്. ബാക്ടീരിയൽ ടെക്സ്റ്റ് ആണെങ്കിൽ 100 ml മതിയാവും. 2 ബോട്ടിലായി കൊടുക്കുന്നതാണ് നല്ലത്. ടെസ്റ്റിംഗ് ഫീസ് പോകുമ്പോൾ അടയ്ക്കേണ്ടി വരും. ഇതുകൂടാതെ പ്രൈവറ്റ് ലാബുകളും ഇന്നുണ്ട്. ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്, ഹാർഡ്നസ്, ഈകോളി ബാക്ടീരിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. റിപ്പീറ്റ് ടെസ്റ്റ് കിറ്റും ലഭ്യമാണ്. വീട്ടിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോളിഫോം ഈകോളി ടെസ്റ്റ് കിറ്റ് ആണ് ഇതിനായി വാങ്ങേണ്ടത്. 90 മുതൽ 95% റിസൾട്ട് നൽകുന്ന കിറ്റാണ്. TDS മീറ്ററിനെ കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണം. എത്ര മിനറലും സോൾട്ടും ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. TDS അളവിന് 300 താഴെയാണെങ്കിൽ സുരക്ഷിതമെന്ന് പറയാം. 300 മുതൽ 600 ആണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്ന് പറയാം. 600 മുകളിലാണെങ്കിൽ ഏറെ അപകടകാരിയായ വെള്ളമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വെള്ളം സുരക്ഷിതമാണോ എന്ന് തിരിച്ചറിയാം.